വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വാർത്തയുടെ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 2025 ജനുവരിയിൽ സ്ഥാനം രാജിവെച്ച കേരള നിയമസഭാ അംഗം PV അൻവർ. 2025 ജനുവരിയിൽ സ്ഥാനം രാജിവെച്ച കേരള നിയമസഭാ അംഗം PV അൻവർ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അടുത്തിടെ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അടുത്തിടെ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച US നഗരം ലോസ് ആഞ്ചലസ്. അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച US നഗരം ലോസ് ആഞ്ചലസ്. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെട്ടത് 2024. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെട്ടത് 2024. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ ലിംഗഭേദം ഒഴിവാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗം എപ്രകാരമാണ് മാറ്റിയത്? സേനാംഗം. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ ലിംഗഭേദം ഒഴിവാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗം എപ്രകാരമാണ് മാറ്റിയത്? സേനാംഗം. വെനിസ്വലയുടെ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $2.5 കോടി പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം US. വെനിസ്വലയുടെ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $2.5 കോടി പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം US. എത്ര വർഷത്തിന് ശേഷമാണ് UPയിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചത്? 144 വർഷങ്ങൾക്ക് ശേഷം. എത്ര വർഷത്തിന് ശേഷമാണ് UPയിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചത്? 144. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. 2025 ദേശീയ യുവജന ദിനാചരണ വിഷയം യൂത്ത് എംപവർമെന്റ് ഫോർ നേഷൻ ബിൽഡിംഗ്. 2025 ദേശീയ യുവജന ദിനാചരണ വിഷയം യൂത്ത് എംപവർമെന്റ് ഫോർ നേഷൻ ബിൽഡിംഗ്. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്റർപോൾ സഹായത്തോടെ റെഡ് കോർണർ നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി CBI വികസിപ്പിച്ച പോർട്ടൽ ഭാരത് പോൾ പോർട്ടൽ. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്റർപോൾ സഹായത്തോടെ റെഡ് കോർണർ നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി CBI വികസിപ്പിച്ച പോർട്ടൽ ഭാരത് പോൾ പോർട്ടൽ. 2025 ജനുവരി 8 അന്തരിച്ച കവിയും ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനും കൂടിയായിരുന്ന മാധ്യമപ്രവർത്തകൻ പ്രതീഷ് നന്ദി. 2025 ജനുവരി 8 അന്തരിച്ച കവിയും ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനും കൂടിയായിരുന്ന മാധ്യമപ്രവർത്തകൻ പ്രതീഷ് നന്ദി. കവിയും നാടകകൃത്തും മുൻ നിയമസഭാ സാമാജികനുമായ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് എന്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ? പിരപ്പൻകോട് മുരളി. കവിയും നാടകകൃത്തും മുൻ നിയമസഭാ സാമാജികനുമായ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് എന്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ? പിരപ്പൻകോട് മുരളി. സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രമുഖ മലയാള ഗായകൻ 2025 ജനുവരി 9 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് P. ജയചന്ദ്രൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രമുഖ മലയാള ഗായകൻ 2025 ജനുവരി 9 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് P. ജയചന്ദ്രൻ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? USന്റെ നിയുക്ത പ്രസിഡന്റായിരിക്കെ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഉടമസ്ഥതയിൽ ആക്കാൻ ശ്രമിച്ചതാണ് വാർത്തകളിൽ ഇടം നേടാനായിട്ട് കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചതെങ്ങനെയാണ്? USന്റെ നിയുക്ത പ്രസിഡന്റായിരിക്കെ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഉടമസ്ഥതയിലാക്കാൻ ശ്രമിച്ചതിന്. ഘാനയുടെ പ്രസിഡന്റായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ മഹാമ. ഘാനയുടെ പ്രസിഡന്റായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജോൺ മഹാമ. കേസ് അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏത് നിയമത്തിന്റെ ലംഘനമാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്? 1978 പ്രസ് കൗൺസിൽ നിയമം.
കേസന്വേഷണത്തിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏതു നിയമത്തിന്റെ ലംഘനമാണെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്? 1978 പ്രസ് കൗൺസിൽ നിയമം. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ഏതിനത്തിൽ മത്സരിച്ചാണ് എൻ തൗഫീഖ് സ്വർണം നേടിയത്? ഡെക്കാത്ലൺ. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ഏതിനത്തിൽ മത്സരിച്ചാണ് എൻ തൗഫീഖ് സ്വർണം നേടിയത്? ഡെക്കാത്ലൺ. മരങ്ങൾ മുറിക്കാതെ തണലിൽ വളർത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കർഷകരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനായി മൊബൈൽ ആപ്പ് തുടങ്ങിയത് ഏതു വിളയുമായി ബന്ധപ്പെട്ടാണ്? കാപ്പി. മരങ്ങൾ മുറിക്കാതെ തണലിൽ വളർത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കർഷകരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനായി മൊബൈൽ ആപ്പ് തുടങ്ങിയത് ഏതു വിളയുമായി ബന്ധപ്പെട്ടാണ്? കാപ്പി. നാവികസേനയുടെ യൂണിഫോമുകളിൽ സാരി അനുവദിച്ചത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. നാവികസേനയുടെ യൂണിഫോമുകളിൽ സാരി അനുവദിച്ചത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. DPI എന്നത് ഇന്ത്യയായുള്ള ഏത് രാജ്യത്തിന്റെ പങ്കാളിത്ത പദ്ധതിയാണ്? ബ്രിട്ടൻ. DPI എന്നത് ഇന്ത്യയായിട്ടുള്ള ഏത് രാജ്യത്തിന്റെ പങ്കാളിത്ത പദ്ധതിയാണ്? ബ്രിട്ടൻ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ഇത്തവണ ലഭിച്ചതാർക്ക്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ഇത്തവണ ലഭിച്ചതാർക്കാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി 2025 വേദി ദുബായ്. വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി 2025 വേദി ദുബായ്. പരിസ്ഥിതി മനുഷ്യാവകാശ സംഘടനയായ ജർമ്മൻ വാച്ചിന്റെ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 3 പതിറ്റാണ്ടിനിടെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. പരിസ്ഥിതി മനുഷ്യാവകാശ സംഘടനയായ ജർമ്മൻ വാച്ചിന്റെ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 3 പതിറ്റാണ്ടിനിടെ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. അപൂർവ ഇനമായ ക്രോക്കഡൈൽ കാറ്റ് ഫിഷിനെ ഈയിടെ കണ്ടെത്തിയത് ഏത് നദിയിൽ? ബാഹ്മിനി. അപൂർവ ഇനമായ ക്രോക്കഡൈൽ കാറ്റ് ഫിഷിനെ ഈയിടെ കണ്ടെത്തിയത് ഏത് നദിയിൽ നിന്നാണ്? ബാഹ്മിനി. ബർമിംഗ്ഹാം സർവകലാശാല നടത്തിയ പഠനത്തെ തുടർന്ന് കണ്ടെത്തിയ വാങ്കോമൈസിൻ ആന്റിബയോട്ടിക് ഏത് സൂക്ഷ്മജീവികൾ വഴിയുള്ള രോഗത്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയ. ബർമിംഗ്ഹാം സർവകലാശാല കണ്ടെത്തിയ പഠനത്തെ തുടർന്ന് വാങ്കോമൈസിൻ ആന്റിബയോട്ടിക് ഏത് സൂക്ഷ്മജീവികൾ വഴിയുള്ള രോഗത്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയ. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? മണിപ്പൂർ. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? മണിപ്പൂർ. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാകുന്ന സംസ്ഥാനം? മണിപ്പൂർ. 11 തവണ. ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാകുന്ന സംസ്ഥാനം? മണിപ്പൂർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ്. ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ്. 2027 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. 2027 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എനർജി വീക്ക് 2025 ഫെബ്രുവരി 11 മുതൽ 14 വരെ നടന്നത് എവിടെ? ന്യൂഡൽഹിയിലെ യശോഭൂമി ഇന്ത്യ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എനർജി വീക്ക് 2025 ഫെബ്രുവരി 11 മുതൽ 14 വരെ നടന്നത് എവിടെ? ന്യൂഡൽഹിയിലെ യശോഭൂമി ഇന്ത്യ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ. വിദൂര പ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയിലേക്കുള്ള വിമാനയാത്ര മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഉഡാൻ. വിദൂര പ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയിലേക്കുള്ള വിമാനയാത്ര മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഉഡാൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോയായ എയ്റോ ഇന്ത്യ ഫെബ്രുവരി 10 മുതൽ 14 വരെ നടന്നത് എവിടെ? ബംഗളൂരു യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോ ആയ എയ്റോ ഇന്ത്യ ഫെബ്രുവരി 10 മുതൽ 14 വരെ നടന്നത് എവിടെ? ബംഗളൂരു യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ. ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.